ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. 2026 19ാം സീസണിൻ്റെ IPL കിരീട സാധ്യതയുള്ള ടീം തന്നെയാണ് KKR. ഈ 19 സീസണുകൾക്കുള്ളിൽ 3 തവണയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചാമ്പ്യന്മാരായത്. 2012, 2014, 2024 ഈ 3 വർഷങ്ങളിലായിരുന്നു KKR ചാമ്പ്യന്മാരായത്. 2012, 2014 ഈ 2 തവണയും KKRനെ ചാമ്പ്യന്മാരാക്കിയത് ഗൗതം ഗംഭീർ എന്ന ക്യാപ്റ്റൻ തന്നെയായിരുന്നു. 2024 KKR ചാമ്പ്യന്മാരാകുമ്പോൾ ക്യാപ്റ്റനായി ഉണ്ടായിരുന്നത് ശ്രേയസ് അയ്യരായിരുന്നു. എന്നാൽ ആ ശ്രേയസ് അയ്യർ ഇന്ന് KKRനോട് കൂടെ ഇല്ല. പഞ്ചാബ് ടീമിനൊപ്പമാണ് ക്യാപ്റ്റനായിക്കൊണ്ട് ശ്രേയസ് അയ്യർ തുടരുന്നത്. എന്തായാലും നമുക്ക് കൊൽക്കത്തയുടെ ഇത്തവണത്തെ സാധ്യതകൾ എങ്ങനെ, ടീം സ്ക്വാഡ് എങ്ങനെ നമുക്ക് പരിശോധിക്കാം. ക്യാപ്റ്റനായെത്തുന്നത് അജിങ്ക്യ രഹാനെ തന്നെയാണ്. കുറച്ച് നാൾ മുന്നേ വരെ ആരായിരിക്കും KKRൻ്റെ ക്യാപ്റ്റൻ എന്നതിൽ ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടക്കുന്നു. ക്യാപ്റ്റനായി അജിങ്ക്യ രഹാനെ തന്നെ തുടരും. അതിൽ സംശയങ്ങളെല്ലാം നീങ്ങിയിരിക്കുന്നു. ഇത്തവണ KKRൻ്റെ ഏറ്റവും വലിയ കരുത്ത് 25 കോടിക്ക് മുകളിൽ വിളിച്ചെടുക്കപ്പെട്ട കാമറൂൺ ഗ്രീൻ തന്നെയായിരിക്കും എന്നതിൽ സംശയമില്ല. കാമറൂൺ ഗ്രീനിനെ രാജസ്ഥാൻ റോയൽസിനോടും CSKയോടും ലേലത്തിൽ മത്സരിച്ചാണ് KKR വിളിച്ചെടുത്തത്. അതിന് പുറമെ ബോണസായി കിട്ടിയ താരങ്ങളെന്ന് പറയേണ്ടിയിരിക്കുന്നു ഫിൻ അലനും ടിം സെയ്ഫേർട്ടും. ന്യൂസിലൻഡിൻ്റെ 2 ഓപ്പണർമാർ കഴിഞ്ഞ വേൾഡ് കപ്പിൽ നിറഞ്ഞാടിയ മത്സരങ്ങൾ നമ്മൾ കണ്ടതാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 33 പന്തുകളിലായിരുന്നു ഫിൻ അലൻ സെഞ്ചുറി നേടിയത്. സെമിഫൈനൽ മത്സരത്തിൽ ഏകപക്ഷീയ വിജയമാണ് അന്ന് ന്യൂസിലൻഡ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നേടിയെടുത്തത്. ഇതെല്ലാം ക്രിക്കറ്റ് പ്രേമികൾ മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വെടിക്കെട്ട് തുടക്കമിടാൻ കരുത്തുള്ള ബാറ്റർമാർ KKRൻ്റെ നിരയിലുണ്ട്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ 2026 സ്ക്വാഡ് നമുക്കൊന്ന് പരിശോധിക്കാം. ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ, റിങ്കു സിംഗ്, ആംഗ്ലിഷ് രഘുവൻഷി, മനീഷ് പാണ്ഡെ, കാമറൂൺ ഗ്രീൻ, ഫിൻ അലൻ, തേജസ്വി സിംഗ്, രാഹുൽ ത്രിപാഠി, ടിം സെയ്ഫേർട്ട്, റോമൻ പവൽ, അങ്കുൽ റോയ്, സർത്തക് രഞ്ജൻ, ദക്ഷ് കർമ്മ, രച്ചിൻ രവീന്ദ്ര, രമൺദീപ് സിംഗ്, ബ്ലെസ്സിംഗ് മുസറാബാനി, വൈഭവ് അറോറ, മദീഷ പതിരാന, കാർത്തിക് ത്യാഗി, പ്രശാന്ത് സോളങ്കി, ആകാശ് ദീപ്, ഹർഷിത് റാണ, ഉമ്രാൻ മാലിക്, സുനിൽ നരേൻ, വരുൺ ചക്രവർത്തി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ബൗളിങ്ങിൽ ശക്തി പകരുന്നത് തീർച്ചയായിട്ടും വരുൺ ചക്രവർത്തിയും സുനിൽ നരേനുമായിരിക്കും. പേസ് ബൗളിങ്ങിൽ വിശ്വസ്തനായ ബൗളർ ബ്ലെസ്സിംഗ് മുസറാബാനിയാണ്. നമുക്കറിയാം കൊൽക്കത്ത ആ ഒരു വിഷയത്തിൽ അല്പം പ്രതിസന്ധിയിലായിരുന്നു. ആദ്യം വിളിച്ചെടുത്ത താരം ബംഗ്ലാദേശിൻ്റെ മുസ്തഫിസുർ റഹ്മാനായിരുന്നു. പല കാരണങ്ങളാൽ കളിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് തന്നെ മുസ്തഫിസുർ റഹ്മാനെ ഒഴിവാക്കേണ്ടി വന്നു. മുസ്തഫിസുർ റഹ്മാനുള്ള ഒരു പകരക്കാരനായിട്ടാണ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ പ്രത്യേകിച്ച് ഓസ്ട്രേലിയ പോലെ, ശ്രീലങ്ക പോലെയുള്ള വൻ ടീമുകളെ പരാജയപ്പെടുത്തുന്നതിൽ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വേൾഡ് കപ്പിൻ്റെ ശ്രദ്ധിക്കപ്പെട്ടൊരു താരമായിരുന്നു ബ്ലെസ്സിംഗ് മുസറാബാനി. അതുകൊണ്ട് തന്നെ കൊൽക്കത്തയ്ക്ക് മുസ്തഫിസുർ റഹ്മാന്റെ നഷ്ടത്തിലൂടെ ഉണ്ടായ ക്ഷീണം ബ്ലെസ്സിങ്ങിലൂടെ മറികടക്കാനാകും എന്ന് തന്നെയാണ് KKR കരുതുന്നത്. നമ്മളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. മുസ്തഫിസുർ റഹ്മാനെ പോലത്തൊരു ബൗളർക്ക് എത്ര കണ്ട് പകരക്കാരനാവും ബ്ലെസ്സിംഗ് എന്നുള്ളത്. കാരണം ഡെത്ത് ഓവറുകൾ വളരെ നിർണായകമാണ്, പ്രത്യേകിച്ച് IPL. അതുകൊണ്ട് തന്നെ 14 വിക്കറ്റുകൾ ബ്ലെസ്സിംഗ് വേൾഡ് കപ്പിൽ നേടിയിരുന്നെങ്കിലും എല്ലാം പവർ പ്ലേ ഓവറുകളിലായിരുന്നു. ഡെത്ത് ഓവറുകളിൽ ബ്ലെസ്സിങ്ങിന് എത്ര കണ്ട് കരുത്തു കാട്ടാനാകും എന്നത് ഈ IPL നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. വളരെ കൃത്യമായ, വളരെ സന്തുലിതമായൊരു ടീം തന്നെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ബാറ്റിംഗ് ആണെങ്കിലും ഓൾറൗണ്ടർമാരുടെ കാര്യത്തിലാണെങ്കിലും ബൗളിങ്ങിലാണെങ്കിലും വളരെ പ്ലാനിങ്ങിൽ തന്നെയാണ് ആ ഒരു സ്ക്വാഡ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ 4ാമതൊരു കിരീടം KKR നേടിയാൽ അത്ഭുതപ്പെടാനില്ല. ന്യൂസിലൻഡിൻ്റെ 3 താരങ്ങൾ രച്ചിൻ രവീന്ദ്ര, ഫിൻ അലക്സ്, ടിം സെയ്ഫേർട്ട് 3 അപകടകാരികളായ താരങ്ങളാണ്. അതിന് പുറമെ ഫിനിഷിങ്ങിൽ റിങ്കു സിംഗ്, പവൽ പോലത്തെ ബാറ്റിംഗ് കരുത്തിലെ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്ന കാട്ടനടിക്കാരെത്തുമ്പോൾ സ്കോർ 250 മുകളിൽ പോകും എന്നതിൽ സംശയമില്ല. ആവേശത്തിൻ്റെ നാളുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. KKRനും മികച്ച പ്രകടനം ഈ സീസണിൽ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി വീണ്ടും നിങ്ങളിലേക്ക് എത്തും. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.